വെൽക്കം ടു ദ ക്ലാസ്. ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മസ്കുലർ ടിഷ്യൂ ആണ്. അപ്പം ടിഷ്യൂവിൻ്റെ ചാപ്റ്റർ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ടിഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? നമ്മൾ ആദ്യം തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ചെയ്തു. ടിഷ്യൂവിനെ 4ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ, അല്ലേ? 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂവും കവർ ചെയ്തു. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് മസ്കുലർ ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് മസിൽ ടിഷ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം മസ്കുലർ ടിഷ്യൂവിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക്ക് മസിൽസ്. അതിൻ്റെ ലൊക്കേഷനെ അനുസരിച്ച് അതിനെ വീണ്ടും 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക്ക് മസിൽസ്. ഓക്കെ, ഇനി മസ്കുലർ ടിഷ്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മസ്കുലർ ടിഷ്യൂ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. എങ്ങനെയുള്ള ടിഷ്യൂ ആയി? മസ്കുലർ ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ്. എങ്ങനെയുള്ള ടിഷ്യൂ ആണ്? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് ഇൻ ആനിമൽസ് വിച്ച് അപ്ലൈസ് ഫോഴ്സസ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ബൈ കൺട്രാക്ഷൻ. എങ്ങനെയാണ്? ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ ടിഷ്യൂവിന് എന്തിനുള്ള കഴിവുണ്ട്? അല്ലെങ്കിൽ ഈ സെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? കൺട്രാക്ഷൻ, അല്ലേ? കൺട്രാക്റ്റൈൽ മസിൽസ് ആണ് ഇത്. എങ്ങനെയുള്ള മസിൽസ് ആണ്? കൺട്രാക്റ്റൈൽ മസിൽസ് ആണ്. ഈ മസിൽസിന് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രാക്ഷൻ, അല്ലേ? കൺട്രാക്ഷൻ സംഭവിക്കും. കൺട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൺട്രാക്ഷൻ മൂലം ഇതെന്ത് ചെയ്യും? ബോഡി പാർട്സിനെ മൂവ് ചെയ്യാൻ സഹായിക്കും. ബോഡി പാർട്സിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് തിൻ ആൻഡ് എലോങ്ങേറ്റഡ് സെൽസ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് തിൻ ആൻഡ് എലോങ്ങേറ്റഡ് സെൽസ്. മസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മസിൽ സെൽസിന് എന്താണ്? ലോങ്ങസ്റ്റ് സെൽ എന്താണ്? മസിൽ സെൽസ് ആണ്. ലോങ്ങസ്റ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? മസിൽ സെൽസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് തിൻ ആൻഡ് എലോങ്ങേറ്റഡ് സെൽസ് കോൾഡ് മസിൽ ഫൈബേഴ്സ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് തിന്നാണ്, എലോങ്ങേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഇതിനെ എന്തെന്ന് പറയും? മസിൽ ഫൈബേഴ്സ് എന്ന് വിളിക്കുക. എന്താണ് മസിൽ ഫൈബേഴ്സ്? ഇറ്റ് കൺട്രോൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് എൻ ഓർഗാനിസം. ഈ മസിൽ ഫൈബേഴ്സ് ആണ് ഒരു ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ മസിൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, ദ സൈറ്റോപ്ലാസം ഇൻ ദ മസിൽ ഫൈബേഴ്സ് ഈസ് കോൾഡ് സാർക്കോപ്ലാസം. നമ്മൾ സെല്ല് പഠിച്ചില്ലേ? അപ്പം ഈ മസിൽ സെൽസിനുള്ളിലെ സൈറ്റോപ്ലാസത്തിന് പറയുന്ന പേരെന്താണ്? സാർക്കോപ്ലാസം. എന്തെന്ന് പറയും? സാർക്കോപ്ലാസം എന്ന് പറയും. അപ്പോൾ the cytoplasm in the muscle fibers is called sarcoplasm. It contains a network of membrane called the sarcoplasmic reticulum. അപ്പോൾ ഇതിനുള്ളിലെ നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ എന്താണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ മെംബ്രെയിൻ സറൗണ്ടിങ് ദ മസിൽ ഫൈബർ ഈസ് കോൾഡ് സാർക്കോലമ. അപ്പോൾ സെല്ലിനെ കവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു സെൽ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞല്ലേ? അപ്പം ഈ ദ മെംബ്രെയിൻ സറൗണ്ടിങ് ദ മസിൽ ഫൈബേഴ്സ്, ഈ മസിൽ ഫൈബേഴ്സിനെ കവർ ചെയ്തേക്കുന്ന ഈ മെംബ്രെയിന് പറയുന്ന പേരെന്താണ്? സാർക്കോലെമ. അപ്പോൾ അതിനുള്ളിൽ കാണപ്പെടുന്ന നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ പറയുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അതിനുള്ളിലെ ഫ്ലൂയിഡ്, അല്ലേ? ഫ്ലൂയിഡിനെ എന്തെന്ന് പറയും? സാർക്കോപ്ലാസം എന്ന് പറയും. അപ്പം മസിൽ ടിഷ്യൂവിൻ്റെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എന്താണിത്? സ്ട്രക്ചറാണ്. എന്തിൻ്റെ? മസിൽ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. എന്താണ്? മസിൽ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചറാണ്. അപ്പം എന്താ പറഞ്ഞത്? മസിൽ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ? ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? മയോഫിബ്രിൽസ് ആണ്. ഇതിനുള്ളിലെ ഫ്ലൂയിഡിനെന്ന് ഇതിനെ കവർ ചെയ്ത്, ഈ സെല്ലിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന മെംബ്രെയിൻ എന്താണ്? സാർക്കോലെമ. ഓക്കെ, എന്താണ്? മസിൽ ഫൈബേഴ്സ്. എന്തുണ്ട് അതിനുള്ളിൽ? മസിൽ ഫൈബേഴ്സ് ഉണ്ട്, അല്ലേ? ലോങ് ആൻഡ് ഇലോങ്ങേറ്റഡ് ആണ്. എങ്ങനെയാണ്? തിൻ ആൻഡ് എലോങ്ങേറ്റഡ് ആണ്. എങ്ങനെയാണ് മസിൽ ഫൈബർ കാണുന്നത്? തിൻ ആൻഡ് ഇലോങ്ങേറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദെൻ സ്ട്രക്ചർ ഓഫ് മസ്കുലർ ടിഷ്യൂ. എന്താണ് മസ്കുലർ ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ദ മസ്കുലർ ടിഷ്യൂസ് ആർ ബണ്ടിൽഡ് ടുഗെദർ ആൻഡ് സറൗണ്ടഡ് ബൈ എ ടഫ് കണക്റ്റീവ് ടിഷ്യൂ സിമിലർ ടു കാർട്ടിലേജ് നൂൺ ആസ് എപ്പിമൈസിയം. എന്താ പറഞ്ഞേ? മസ്കുലർ ടിഷ്യൂ ആർ ബണ്ടിൽഡ് ടുഗെദർ. മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ട് ഇതിനുള്ളിൽ ഇതിപ്പം
ഇതൊരു സെല്ലെടുത്തിട്ട് കാണിച്ചേക്കുമല്ലേ, ഓരോ ബണ്ടിൽ എടുത്തിട്ട് കാണിച്ചേക്കാണിത്. അപ്പോൾ ഇത് കണ്ട് ഇതിനെ ഈ മസ്കുലർ ടിഷ്യൂവിനെ കവർ ചെയ്ത് എന്തുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ബൈൻഡ് ടുഗെദർ അല്ലേ, എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്യുക, ബൈൻഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിനെ കവർ ചെയ്ത് എന്തുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇതിനുള്ളിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്, ബണ്ടിൽസ് കണ്ടോ, 1 2 3 ഇങ്ങനെ ഓരോ ബണ്ടിൽസ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ടിഷ്യൂ ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. അപ്പം ദ മസ്കുലർ ടിഷ്യൂസ് ആർ ബണ്ടിൽഡ് ടുഗെദർ, എന്താ പറഞ്ഞേ, ഇത് ബണ്ടിൽഡ് ടുഗെദർ ആണ്, സറൗണ്ടഡ് ബൈ എ ടഫ് കണക്റ്റീവ് ടിഷ്യൂ. അതിനുമുണ്ട് എന്തോ കണക്റ്റീവ് ടിഷ്യൂ, ഇതിനെയും കണക്ട് ചെയ്ത് എന്തുണ്ട്, ഇതിനെയും സറൗണ്ട് ചെയ്ത് എന്തുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇതിനുള്ളിൽ ഓരോ ബണ്ടിൽ ഓഫ് ടിഷ്യൂവിനെ കവർ ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നു. അതിന് പറയുന്ന പേരെന്താണ്, ഈ സിമിലർ ടു കാർട്ടിലേജ്. എന്തിനോട് സിമിലാരിറ്റി പറയാം, ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ കാർട്ടിലേജ് എന്താണെന്നൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെ കാർട്ടിലേജിനോട് നമുക്ക് സിമിലാരിറ്റി ഉള്ളതാണ്, നൂൺ ആസ് എപ്പിമൈസിയം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, എപ്പിമൈസിയം എന്ന് പറയും. അപ്പം ഈ ഒരു ഇതിന് പറയുന്നത് ഇതെന്താണ്, എപ്പിമൈസിയം ആണ്. എന്താണിത്, എപ്പിമൈസിയം. ഇതിനെന്ത് പറയും നമ്മൾ, എപ്പിമൈസിയം എന്ന് പറയും. ഓക്കെ, then the bundle of nerve cells that run in long fibers called fascicles are surrounded by the epimysium. അപ്പം എപ്പിമൈസിയത്തിൽ കൂടി എന്ത് സറൗണ്ട് ചെയ്യുന്നു, ദ ബണ്ടിൽ ഓഫ് നെർവ് സെൽസ്. എങ്ങനെയുള്ള സെൽസാണ്, നെർവ് സെല്ലുകൾ റൺ എലോങ് ഫൈബേഴ്സ് കോൾഡ് ഫസൈക്കിൾസ്. അതിന് പറയുന്ന പേരെന്താണ്, ഫസൈക്കിൾസ് എന്നാണ് പറയുന്നത്. ഇതിന് പറയുന്ന പേരെന്താണ്, ഫസൈക്കിൾ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ബണ്ടിൽസ് ഓഫ് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എന്തുണ്ട് അവിടെ, നെർവ് സെൽസ് പ്രസൻ്റ് ആണ്. ഇതിനെ കവർ ചെയ്ത് എന്ത് കിടക്കുന്ന, നെർവ് സെൽസ് കിടക്കുന്നു. അതിനെ എന്തെന്ന് പറയും, ഫസൈക്കിൾസ് എന്ന് പറയും. എന്തെന്ന് പറയും, ഫസൈക്കിൾസ് എന്ന് പറയും. Then the fascicles are surrounded by a protective layer known as perimysium. ഇനി ഈ ഫസൈക്കിൾസിനെ കവർ ചെയ്ത് എന്തുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് ദ പെരിമൈസിയം. അതിന് എന്തെന്നറിയപ്പെടും, പെരിമൈസിയം എന്ന് അറിയപ്പെടും. പെരിമൈസിയം എന്ന് പറയുമ്പോൾ ഈ ഫസൈക്കിൾസിനെ കവർ ചെയ്ത് എന്തുണ്ട്, ഇതൊരു സെല്ലെടുത്ത് കാണിച്ചേക്കുവാണ്, അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു ബണ്ടിൽ ഓഫ് എന്താണ് ടിഷ്യൂ എടുത്ത് കാണിച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിനെ കവർ ചെയ്ത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഫസൈക്കിൾസ്. ഇതിനുള്ളിൽ പാസ് ചെയ്യുന്ന എന്താണ്, നെർവ് സെൽസിനെ നമ്മൾ എന്തെന്ന് പറയും, ഫസൈക്കിൾസ് എന്ന് പറയും. ഇനി ഈ ഫസൈക്കിൾസിനെ കവർ ചെയ്ത് എന്ത് കാണപ്പെടുന്നു, പെരിമൈസിയം കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു, പെരിമൈസിയം കാണപ്പെടുന്നു. അപ്പോൾ ദ ഫസൈക്കിൾസ് ആർ സറൗണ്ടഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് ലെയർ നോൺ ആസ് പെരിമൈസിയം. ഇറ്റ് അലൗസ് ദ ഫ്ലോ ഓഫ് നെർവ് ആൻഡ് ബ്ലഡ് ടു ദ ഇൻഡിവിജ്വൽ ഫൈബേഴ്സ്. അപ്പോൾ ഇത് എന്തിനെ സഹായിക്കുന്നു, it allows the flow of nerves and blood to the individual ഫൈബേഴ്സിനെ സഹായിക്കുന്നു. ഇനി അനദർ പ്രൊട്ടക്റ്റീവ് ലെയർ ദ എൻഡോമൈസിയം സറൗണ്ട്സ് ദ ഫൈബേഴ്സ്. മറ്റൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഏതാണ്, എൻഡോമൈസിയമാണ്. ഇത് ഈ ഫൈബേഴ്സിനെ റൗണ്ട്, എൻഡോ മീൻസ് ഇൻ, എൻഡോ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഉള്ളിൽ കാണപ്പെടുന്നതാണ് അല്ലേ. അനദർ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇതിനെ കവർ ചെയ്തൊരു ലെയർ ഉണ്ട്, അതിനെന്താ പറയുന്നത്, എൻഡോമൈസിയം എന്ന് പറയുന്നു. ദീസ് ലെയേഴ്സ് ആൻഡ് മസിൽസ് ഹെൽപ്പ് ദ കൺട്രാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ മസിൽസ്. എന്താ പറഞ്ഞത്, ഈ ലെയറുകൾ എന്തിനു സഹായിക്കുന്നു, കൺട്രാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ മസിൽസ്. പല പാർട്ടിൽ കാണപ്പെടുന്ന മസിൽസിനെ കൺട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദ ഡിഫറെൻറ്റ് ബണ്ടിൽ സ്ലൈഡ് പാസ്റ്റ് വൺ അനദർ ആസ് ദേ കോൺട്രാക്ട്. ദ എപ്പിമൈസിയം കണക്ട് ടു ദ ടെൻഡൻസ്. എന്താണ് ടെൻഡൻസ്, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ടെൻഡൻ? ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽസിനെയും ബോണിനെയും കണക്റ്റ് ചെയ്യുന്ന പോർഷനാണ് എന്ത്, ടെൻഡൻ എന്ന് പറയുന്നത് അല്ലേ. മസിൽസ് ആൻഡ് ബോൺസ് ആർ കണക്ട് ടുഗെദർ, ടെൻഡൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. ദ എപ്പിമൈസിയം കണക്ട് ടു ദ tendon attached to the periosteum connective tissue that surrounds the bones. അതെവിടെ കാണപ്പെടുന്നു, അത് എന്തിനെ കവർ ചെയ്ത് കാണപ്പെടുന്നു, ബോൺസിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. ദിസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്കെലിറ്റൺ വെൻ ദ മസിൽസ് കൺട്രാക്ട്. അപ്പം സ്കെലിറ്റനോട് ചേർന്ന് എന്ത് കാണപ്പെടുന്നു, മസിൽസ് കാണപ്പെടുന്നു. അപ്പം നമ്മളുടെ ലോക്കോമോഷനൊക്കെ സഹായിക്കുന്നത് എങ്ങനെയാണ്, ഈ മസിൽ ഫൈബേഴ്സ് ആണ് അല്ലേ, ഈ മസ്കുലാർ ടിഷ്യൂ ആണ് നമ്മളുടെ ലോക്കോമോഷനും മൂവ്മെൻറ്റ്സിനുമൊക്കെ സഹായിക്കുന്നത്. അപ്പം ദിസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്കെലിറ്റൺ
വെൻ ദ മസിൽ കൺട്രാക്ട്. എങ്ങനെയാണ് മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്? ഈ മസിൽസിന് കൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് മൂവ്മെൻറ്റ്സ് സാധ്യമാക്കുന്നത് അല്ലേ. അപ്പം ഈ ദിസ് ഹെൽപ്പ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്കെലിറ്റൺ വെൻ ദ മസിൽസ് കൺട്രാക്ട്. ദെൻ ഈ ടൈപ്സ് ഓഫ് മസ്കുലർ ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്കെലിറ്റൽ മസിൽസ് എന്നും സ്മൂത്ത് മസിൽ ടിഷ്യൂ എന്നും കാർഡിയാക് മസിൽ ടിഷ്യൂ എന്നും. എന്താണ്? മസ്കുലർ ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ഇൻറ്റു 3: സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. ഇനി ഈ സ്മൂത്ത് മസിൽസ് എന്താണ്? സ്പിൻഡിൽ ഷേപ്പ്ഡ് നോൺ സ്ട്രയേറ്റഡ് ആണ്. അപ്പോൾ ഈ സെല്ലൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കാർഡിയാക് മസിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ എന്തുണ്ട്? സ്ട്രയേഷൻസ് ഉണ്ട്. എന്തുണ്ട്? സ്ട്രയേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്മൂത്ത് മസിൽസിന് എന്തില്ല? സ്ട്രയേഷൻസ് ഇല്ല. സ്മൂത്ത് മസിൽസിന് എന്തില്ല? നോൺ സ്ട്രയേറ്റഡ് ആണ്. എന്തില്ല അതിന്? സ്ട്രയേഷൻസ് ഒന്നുമില്ല. അപ്പോൾ സ്മൂത്ത് മസിൽ സ്പിൻഡിൽ ഷേപ്പ്ഡ്. എങ്ങനെയുള്ള ഷേപ്പ്ഡാണ് സ്മൂത്ത് മസിൽസ് വരുന്നത്? സ്പിൻഡിൽ ഷേപ്പ്ഡാണ്. എങ്ങനെയാണ്? സ്പിൻഡിൽ ഷേപ്പ്ഡാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പിൻഡിൽ ഷേപ്പ്ഡാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പിൻഡിൽ ഷേപ്പ്ഡാണ് ആൻഡ് നോൺ സ്ട്രയേറ്റഡ് ആണ്. എന്തില്ല? സ്മൂത്ത് മസിൽസ് എന്നുള്ള പേരിൽ തന്നെ അത് എന്താണ്? സ്മൂത്ത് ആണ് അല്ലേ. അപ്പോൾ യൂണി ന്യൂക്ലിയേറ്റഡ് ഫൈബറാണ്. എന്താണ്? ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ ഇതിനുള്ളിൽ കാണപ്പെടുകയുള്ളൂ. എന്താണ്? ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ ഇതിനുള്ളിൽ കാണപ്പെടുകയുള്ളൂ. എന്താണ്? സ്മൂത്ത് മസിൽസ് സ്പിൻഡിൽ ഷേപ്പ്ഡാണ്, നോൺ സ്ട്രയേറ്റഡ് ആണ്, ഒറ്റ ന്യൂക്ലിയസ് കാണത്തുള്ളൂ. ഇതെവിടെ കാണപ്പെടുന്നു? ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വോൾസിൽ കാണപ്പെടുന്നു. ഒക്വേഴ്സ് ഇൻ വോൾസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇതെവിടെ കാണപ്പെടുന്നു? ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വോൾസിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവോളണ്ടറി ആക്ഷനാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആക്ഷൻസ് രണ്ട് തരമുണ്ട്: വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി. വോളണ്ടറി മീൻസ് നമ്മൾ ബോധത്തോടെ ചെയ്യുന്നതാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് വോളണ്ടറി ആക്ഷൻസും. ഇൻവോളണ്ടറി ആക്ഷൻസ് പറയുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് അല്ലേ. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, അത് നമ്മൾ അറിയുന്നില്ല അല്ലേ. നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല അല്ലേ. അതുപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഫുഡ് ഡൈജഷൻ നടക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന? പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ ബോധത്തോടെ ചെയ്യുന്നതല്ല. നമ്മുടെ എങ്ങനെ അപ്പോൾ 2 തരം ആക്ഷൻസ് ആണുള്ളത്: വോളണ്ടറി ആക്ഷനും ഇൻവോളണ്ടറി ആക്ഷനും. വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ഒരാളെ തൊടുവെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് എങ്ങനെയാണ്? അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇൻറ്റേർണലി നമ്മുടെ ഓർഗൻസിനുള്ളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുക, ഇൻറ്റസ്റ്റൈനിലെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നടക്കുക, അതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് അവിടെ കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള അപ്പോൾ ഈ സ്മൂത്ത് മസിൽസിൽ എങ്ങനെയുള്ള ആക്ഷൻസ് നടക്കുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത്. എങ്ങനെയുള്ള ആക്ഷൻസ് ആണ് നടക്കുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞത്? ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വോൾസിലാണ് ഈ സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത്. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വോൾസിൽ എന്ത് കാണപ്പെടുന്നു? സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നു. ഓക്കെ. ദെൻ കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. കാർഡിയാക് മീൻസ് സ്പെഷ്യൽ ആണല്ലേ. കാർഡിയാക് ഹാർട്ടാണ് അല്ലേ. അപ്പോൾ ഹാർട്ടിലെ മസിൽസാണ് കാർഡിയാക് മസിൽസ്. സ്ട്രയേറ്റഡ്. എങ്ങനെയുള്ള ഇതിനെന്തുണ്ട്? സ്ട്രയേഷൻസ് ഉണ്ട്. എന്തുണ്ട് ഇതിനുള്ളിൽ? സ്ട്രയേഷൻസ് ഉണ്ട്. ബ്രാഞ്ചഡ് ആണ്. ഇതെന്താണ്? ബ്രാഞ്ചഡ് ആണ്. സ്ട്രയേഷൻസ് ഉണ്ട്. യൂണി ന്യൂക്ലിയേറ്റഡ് ഫൈബറാണ്. ഇതിനുള്ളിലും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇതെന്താണ്? യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒക്വേഴ്സ് ഇൻ വോൾസ് ഓഫ് ഹാർട്ട്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഈ കാർഡിയാക് മസിൽസ് കാണപ്പെടുന്നത് കാർഡിയാക്കിൻ്റെ എന്താണ്? വോൾസിലാണ് ഇത് കാണപ്പെടുന്നത്. മയോകാർഡിയം എന്തെന്ന് പറയും? അതിനെ മയോകാർഡിയം എന്ന് പറയും. മസിൽസ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ കാർഡിയാക് മസിൽസ് സ്ട്രയേറ്റഡ്. ഇതിനെന്തുണ്ട്? സ്ട്രയേഷൻസ് ഉണ്ട്. ബ്രാഞ്ചഡ് ആണ്. ഇത് ബ്രാഞ്ചഡ് ആണ്. ഈ മസിൽസ് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ, യൂണി ന്യൂക്ലിയേറ്റഡ് ഫൈബേഴ്സ് ആണ്. ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ ഇതിനുള്ളിലുള്ളൂ. ഒക്വേഴ്സ് ഇൻ വോൾസ് ഓഫ് ദ ഹാർട്ട്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഹാർട്ടിൻ്റെ വോൾസിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. എങ്ങനെ? കാർഡിയാക് മസിൽസിന് എങ്ങനെയുള്ള ആക്ഷൻസ് ആണ്? ഇൻവോളണ്ടറി ആണ്. അതുപോലെ സ്മൂത്ത് മസിൽസും എങ്ങനെയാണ്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത്. ഇവിടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എങ്ങനെയുള്ള ആക്ഷനാണ്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത്.
ഓക്കെ, കം ടു സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പം സ്ട്രയേഷൻസ് ഉണ്ട്. ഇതിനുള്ളിലും എന്തുണ്ട്? സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ഇങ്ങനെയുള്ള മസിൽസ് ആണ് ഹാസ് സ്ട്രയേറ്റഡ് ഓർ ട്യൂബുലാർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഫൈബേഴ്സ്. ഇതിൽ എന്തുണ്ട്? ട്യൂബുലാർ ഷേപ്ഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇതിന് മെനി ന്യൂക്ലിയസ് ഉണ്ട്. ഇതെന്താണ്? ഈ ടിഷ്യൂവിൽ എന്ത് കാണപ്പെടുന്നു? മസിൽ ടിഷ്യൂവിൽ ന്യൂക്ലിയസ് മൾട്ടി ന്യൂക്ലിയസ് ആണ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നു അല്ലേ. ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൺ. സ്കെലിറ്റൺ മസിൽസ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സ്കെലിറ്റൺ അല്ലേ. നമ്മുടെ ബോണുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് സ്കെലിറ്റൺ മസിൽസ്. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന വോളണ്ടറി ആക്ഷനാണ്. എങ്ങനെയുള്ള ആക്ഷനാണ്? വോളണ്ടറി ആക്ഷനാണ്. ഈ സ്കെലിറ്റൽ മസിൽസ് നമ്മളെ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ലോക്കോമോഷനും മൂവ്മെൻറ്റ്സിനും ഒക്കെ സഹായിക്കുന്നത് ഈ സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പം ഈ വോളണ്ടറി ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? സ്കെലിറ്റൽ മസിൽസിലാണ് വോളണ്ടറി ആക്ഷൻ നടക്കുന്നത്. ബാക്കി കാർഡിയാക് മസിൽസിലും സ്മൂത്ത് മസിൽസിലും എങ്ങനെയുള്ള ആക്ഷൻസ് ആണ് നടക്കുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ദീസ് മസിൽസ് ആർ അറ്റാച്ച് ടു ദ സ്കെലിറ്റൺ ആൻഡ് ഹെൽപ്പ് ഇൻ ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്. ഇതെവിടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു? സ്കെലിറ്റനോട് ചേർന്ന് കിടക്കുന്നു. ഇതെന്തിനു സഹായിക്കുന്നു? മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നു. ഇനി ദീസ് മസിൽസ് ആർ ഓൾസോ നോൺ ആസ് സ്ട്രയേറ്റഡ് മസിൽസ്. ഇതിനെ സ്കെലിറ്റൽ മസിൽസിൻ്റെ എന്തെന്നും കൂടെ അറിയപ്പെടുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് അറിയപ്പെടുന്നു. കാരണം ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഈ മസിൽസിനുള്ളിൽ സ്ട്രയേഷൻസ് കാണപ്പെടുന്നു. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓൾട്ടർനേറ്റ് പാറ്റേൺ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ്. ഈ സ്ട്രയേഷൻസ് പറയുമ്പോൾ ഇതിനുള്ളിൽ എന്താണ് കാണപ്പെടുന്നത്? ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്താ കാണപ്പെടുന്നത്? ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് കാണപ്പെടുന്നത്. അതായത് ഇങ്ങനെ ഒരു പോർഷനിൽ ഡാർക്ക് ബാൻഡ്സും ഒരു പോർഷനിൽ ലൈറ്റ് ഇതും കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആർ സാർക്കോമിയേഴ്സ്. ഇതിനെന്താ പറയുന്നത്? ഇതിന് പറയുന്ന പേരെന്താണ്? സാർക്കോമിയേഴ്സ്. ഇതിന് പറയുന്ന പേരാണ് സാർക്കോമിയേഴ്സ്, വിച്ച് ആർ ഹൈലി ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ആക്റ്റിൻ, മയോസിൻ ആൻഡ് പ്രോട്ടീൻ. എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഈ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് അല്ലേ. ഈ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ഓർഗനൈസ്ഡ് എങ്ങനെ? സ്ട്രക്ചേഴ്സ് ഓഫ് ആക്റ്റിൻ, മയോസിൻ ആൻഡ് പ്രോട്ടീൻസ്. ഓക്കെ, നോട്ട് ചെയ്യണത്. ആക്റ്റിൻ, മയോസിൻ ആൻഡ് പ്രോട്ടീൻ. ദീസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആർ സാർക്കോമിയേഴ്സ്. ഇതിന് ഈ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സിന് എന്താ പറയുന്നത്? സാർക്കോമിയേഴ്സ് എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്തേക്കുന്നത്? വിച്ച് ആർ ഹൈലി ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ആക്റ്റിൻ, മയോസിൻ ആൻഡ് പ്രോട്ടീൻസ്. ഓക്കെ, ഇനി സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. നമ്മൾ ഓൾറെഡി സെഡ് ദാറ്റ്. ഓക്കെ, സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ് കമ്പോസ്ഡ് ഓഫ് മസിൽ ഫൈബേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്? മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ 40% ഓഫ് അവർ ബോഡി മാസ് കംപ്രൈസസ് സ്കെലിറ്റൽ മസിൽസ്. അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബോഡി മാസ് കംപ്രൈസ് ചെയ്തിരിക്കുന്നത് 40% എന്താണ്? സ്കെലിറ്റൽ മസിൽസ് ആണ്. ഈച്ച് സ്കെലിറ്റൽ ടിഷ്യൂ കണ്ടെയ്ൻ മയോഫിബ്രിൽസ്. ഓരോ സ്കെലിറ്റൽ ടിഷ്യൂയിലും എന്ത് കാണപ്പെടുന്നു? മയോഫിബ്രിൽസ് കാണപ്പെടുന്നു. ദ സെൽസ് ഓഫ് ദീസ് ടിഷ്യൂസ് ആർ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. എങ്ങനെയുള്ള ഇത് സ്കെലിറ്റൽ മസിൽസിന് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് അല്ലേ. സ്കെലിറ്റൽ മസിൽസ് എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ടിഷ്യൂസ് ആണ്. ദീസ് ആർ പ്രൊവൈഡഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് മെനി എലോങ്ങേറ്റഡ് മൈറ്റോകോൺട്രിയ ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. ഓക്കെ, ഇതെന്താണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? ദീസ് ആർ പ്രൊവൈഡഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് മെനി എലോങ്ങേറ്റഡ് മൈറ്റോകോൺട്രിയ ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. ദേ ബ്രിങ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഓർഗൻ ഓഫ് ദ ബോഡി. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഓർഗൻ്റെ ബോഡിയുടെ മൂവ്മെൻറ്റ്സിന് ഇത് സഹായിക്കുന്നു. സ്കെലിറ്റൽ മസിൽസ് സഹായിക്കുന്നു. ഇനി എന്തായിരുന്നു? സ്മൂത്ത് മസിൽസ്. അപ്പം മസ്കുലർ ടിഷ്യൂവിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. ഇനി നമ്മൾ ഓൾറെഡി സ്കെലിറ്റൽ മസിൽസിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ ഒന്നും കൂടെ നോക്കുക? സ്മൂത്ത് മസിൽസ് എന്താണ്? ദീസ് ആർ നോൺ സ്ട്രയേറ്റഡ്. സ്മൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ പേരിലുണ്ട് എന്താണ്? സ്മൂത്ത് ആണ് അല്ലേ. നോൺ സ്ട്രയേറ്റഡ് ആണ്. ഇൻവോളണ്ടറി ആണ്. ഇത് എങ്ങനെയുള്ള ആക്ഷൻസ് ആണ്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. മസിൽസ് കൺട്രോൾഡ് ബൈ ദ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ സ്മൂത്ത് മസിൽസ് കൺട്രോൾ ചെയ്യുന്ന ഏത് നെർവസ് സിസ്റ്റമാണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് സ്മൂത്ത് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇവിടെ എങ്ങനെയുള്ള ആക്ഷൻസ് നടക്കുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നടക്കുന്നത് അല്ലേ. നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ
നമ്മളുടെ ഓൺ കോൺഷ്യസിലല്ല ഇത് നടക്കുന്നത് അല്ലേ. അപ്പം ഇറ്റ് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്ടിലിറ്റി ഓഫ് ദ ഡൈജസ്റ്റീവ്, യൂറിനറി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ബ്ലഡ് വെസൽസ് ആൻഡ് എയർവേസ്. അപ്പം ഇതിന് കൺട്രാക്റ്റിബിലിറ്റി ഓഫ് ദ എന്താ ചെയ്യുന്നത്, ഇത് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്റ്റിബിലിറ്റി ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ബ്ലഡ് വെസൽസ് ആൻഡ് എയർവേസ്. ഓക്കെ, എന്താണ് ദ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ് ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും, അതിനെ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്, സാർക്കോമിയർ എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇത് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ആർ വെരി തിൻ ആൻഡ് അറേഞ്ച്ഡ് റാൻഡംലി. ഇതെങ്ങനെയാണ്, ഈ മയോസിൻ ഫിലമെൻറ്റ്സും ആക്റ്റിൻ ഫിലമെൻറ്റ്സും വളരെ തിന്നാണ്, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന റാൻഡംലി ആണ്. ഹെൻസ് നോ സ്ട്രയേഷൻസ്. ഇതിൽ ഈ സ്മൂത്ത് മസിൽസിൽ ഇത് എന്തില്ല, നോ സ്ട്രയേഷൻസ്, ഇതിന് സ്ട്രയേഷൻസ് ഇല്ല. ദ സെൽസ് ആർ സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ്. സെൽസ് എങ്ങനെ കാണപ്പെടും, ഇതിൻ്റെ സെൽസ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇതിൻ്റെ സെൽസ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഇതിനുള്ളിൽ എന്തില്ല, നോൺ സ്ട്രയേഷൻ, സിംഗിൾ യൂണിന്യൂക്ലിയേറ്റഡുമാണ്. എന്താണിത്, യൂണിന്യൂക്ലിയേറ്റഡും ആണ്. ഇനി കാർഡിയാക് മസിൽസ് എന്താണ്, കാർഡിയാക് മസിൽസ് എന്ന് ദീസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ ദ ഹാർട്ട്. അപ്പോൾ കാർഡിയാക് മസിൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരിലുണ്ട് എന്താണ്, ഇത് ഓൺലി ഫൗണ്ട് ഇൻ ദ ഹാർട്ട്. കാർഡിയാക് മീൻസ് ഹാർട്ട്, മസിൽസ് മീൻസ് കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽസ്. ദാറ്റ് ഈസ് മയോകാർഡിയം. ദീസ് ആർ ഇൻവോളണ്ടറി മസിൽസ്. ഇതും എങ്ങനെയുള്ള മസിൽസ് ആണ്, ഇൻവോളണ്ടറി മസിൽസ് ആണ്. ആൻഡ് ദ ഹാർട്ട് പമ്പ്സ് ദ ബ്ലഡ് ത്രൂ ദ കാർഡിയാക് കൺട്രാക്ഷൻ. അപ്പോൾ ഈ കാർഡിയാക്ക് ഹാർട്ടിന് കൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് ഈ ബ്ലഡ് സ്ക്വീസ് ഔട്ട് ചെയ്ത് ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നത്. ഓക്കെ, ദ സെൽസ് ഓഫ് ദ കാർഡിയാക് മസിൽസ് നോൺ ആസ് ദ കാർഡിയോമയോസൈറ്റ്. അപ്പോൾ ഈ കാർഡിയാക് മസിൽസിൽ കാണപ്പെടുന്ന സെൽസിന് നമ്മൾ പറയുന്ന പേരെന്താണ്, കാർഡിയോമയോസൈറ്റ്സ് ആർ സ്ട്രയേറ്റഡ്. എങ്ങനെയുള്ള ഇതാണ് സെല്ലാണ്, സ്ട്രയേറ്റഡ് സെൽസ് ആണ് അല്ലേ. ദേ ആർ സിംഗിൾ സെൽഡ് ആൻഡ് യൂണിന്യൂക്ലിയേറ്റഡ്. എന്താണ്, ഇത് സിംഗിൾ സെൽഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ കാണുകയുള്ളൂ. ഇത് എൻഡ് ഓഫ് ദ സെൽസ് ആർ ജോയിൻഡ് ആൻഡ് ദ ജംഗ്ഷൻ ആർ കോൾഡ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. അതിനെന്താണ് പറയുന്നത്, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മസ്കുലാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.